ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷാർക്ക് ഐ ഡി എന്നൊരു ആപ്ലിക്കേഷൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് പുതിയ സബ്സ്ക്രൈബേഴ്സിനും എന്താണ് അൺലിമിറ്റഡ് ട്രിക്ക് അപ്പോൾ ഒന്നും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അൺലിമിറ്റഡ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റെഫർ ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരാളാണ്. നിങ്ങളിപ്പോൾ റെഫർ ചെയ്യാനൊന്നും നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊന്നും അവരൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഈ ഒരു മേഖലയിൽ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു OTP അവരുടെ OTP കിട്ടിയത് OTP എന്തായാലും കിട്ടിയാൽ നമ്മൾ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് വിളിക്കുക. അതിൻ്റെ ഫോണിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട് പറഞ്ഞുതരാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് 10-30 ഫ്രണ്ട്സിൻ്റെ OTP വെച്ച് നമുക്ക് നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് 5 രൂപ 5 രൂപ 5 രൂപ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നമ്മളെ ഒരു ഒറ്റ ഫോണിലുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളി ഒന്ന് കാണുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്യുക. എന്നിട്ട് നിങ്ങളെ റെഫർ ലിങ്ക് അവർക്ക് ഇട്ടുകൊടുത്താലും മതി. അതിനുശേഷം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ അൺലിമിറ്റഡ് ട്രിക്കും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ വീഡിയോ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം. അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അൺലിമിറ്റഡ് ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അൺലിമിറ്റഡ് ട്രിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ കുറച്ച് പോരായ്മകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയുള്ള വീഡിയോ എന്താ പറയുക കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഇതേപോലെ ഷാർക്ക് ഐ ഡി ഒന്ന് ഓപ്പൺ ആകും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അഗ്രി ടു കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതേപോലെ കാര്യം കാണാൻ സാധിക്കുക. പിന്നെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ നമ്പർ അവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾ നമ്പർ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്പർ അവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു OTP വരും. അപ്പോൾ ആ OTP അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് OTP സെറ്റ് ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങൾ ഫസ്റ്റ് നെയിം അതുപോലെ മിഡിൽ നെയിം അങ്ങനെ കുറച്ച് നെയിമും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മതി. പിന്നെ അവർ ചോദിക്കുന്നത് ഫീമെയിൽ അതുപോലെ മെയിൽ. പിന്നെ ജസ്റ്റ് ഒരു പ്രൊഫൈൽ ഫോട്ടോ ഗാലറിയിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എല്ലാം ഒന്ന് ശരിയാക്കി വെക്കട്ടെ. ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ ഇൻ്റർഫേസ് കാര്യം കാണിക്കുക. അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കണം. അപ്പോൾ അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ക്യാൻസലാണ് കൊടുത്തത്. അതുകൊണ്ടാണ് എൻ്റെ കൈ അവിടെ തട്ടിപ്പോയത്. സോറി. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ഓഡിയോ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ഫോണിലാണ് ചെയ്യുന്നത്. അതായത് ഫുൾ സ്ക്രീൻ ആകുമ്പോൾ നല്ലപോലെ ഒരു വൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ അവിടെ ഓക്കെ കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒരു സംഭവം ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ എന്താ ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ കുറച്ച് സെറ്റിങ്സിൽ കുറച്ച് സംഭവങ്ങൾ ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലാണ് ഇതിൽ വെരിഫൈ ചെയ്യണതും ഇമെയിൽ വെരിഫൈ ചെയ്യണതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഒരു അൺലിമിറ്റഡ് ട്രിക്കുമാണ് ഈ ഒരു വീഡിയോ. ജസ്റ്റ് അൺലിമിറ്റഡ് ട്രിക്കും അതുപോലെ രജിസ്റ്റർ ചെയ്യേണ്ടത് മാത്രമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പൈസ കിട്ടാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ലിങ്ക് ജസ്റ്റ് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ എങ്ങനെ ക്യാഷ് കിട്ടാൻ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഇൻവൈറ്റ് ലിങ്ക് ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സിനോട് റെഫർ ചെയ്യാൻ പറയാം. റെഫർ ചെയ്ത ക്യാഷൊക്കെ ഈ ഒരു സംഭവത്തിലുണ്ടാവും. പിന്നെ അൺലിമിറ്റഡ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫോണിലുള്ള റെഫർ ലിങ്ക് കൊടുത്തതിന് ശേഷം ഫോണിലുള്ള ഷാർക്ക് ഐഡിൻ്റെ ക്ലിയർ ക്യാഷ് അതൊന്ന് ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം പിന്നെ ആ ലിങ്ക് വഴി നിങ്ങൾ ഒന്നുപാടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇതേപോലെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ മെയിൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളേക്കുള്ള ആപ്ലിക്കേഷൻ ക്ലോൺ ചെയ്ത് 2 ആക്കാം. ആക്കിയതിന് ശേഷം ക്ലോൺ ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട്. അപ്പോൾ എൻ്റെ ക്ലോൺ ചെയ്ത അക്കൗണ്ട് ഇതാണ്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ മെയിൻ അക്കൗണ്ട് ആകുന്നത്. അതായത് നിങ്ങളെ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ട് അതാക്കണം. പിന്നെ ഈ മറ്റു ആപ്ലിക്കേഷന് അതാണ്. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊന്ന് റെഫർ ലിങ്ക് ആദ്യം ഒന്ന് കോപ്പി ചെയ്യണം. അതായത് റെഫർ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് നിങ്ങൾ മെയിൻ അക്കൗണ്ട് അല്ല പിന്നെയുള്ള മറ്റേ ക്ലോൺ ചെയ്ത ആപ്പ് അല്ലാതെ മറ്റേ ആപ്പില്ല അത് ആദ്യം ഉണ്ടായിരുന്ന ആപ്പ്. അപ്പോൾ ആ ആപ്പിൽ ജസ്റ്റ് ഇതാക്കുക. അതിനുശേഷം അഗ്രി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് മെയിൻ അക്കൗണ്ടിലേക്ക് 5 രൂപ ആഡ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്ക് ചെയ്തിട്ട് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലെ ചെയ്യണം. റെഫർ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജിക്ക് എന്താ പറയുക പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഒരു മെസ്സേജ് എടുത്തതിന് ശേഷം ആ റെഫർ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു എന്താ പറയുക നമ്മളെ ഫോണിലുള്ള സെക്കൻഡ് സ്പേസ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ റെഡ്മി ഫോണിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സംഭവം ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാം. ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ പറയുക സെക്കൻഡ് സ്പേസ് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നിങ്ങളെ ഫോണിലുള്ള എന്താ പറയുക നമ്മളിപ്പോൾ ഒരു മെസ്സേജ് കാല വിട്ടത്. അപ്പോൾ നിങ്ങൾ ആ റെഡ്മി ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ സെക്കൻഡ് സ്പേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. മെസ്സേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത മെസ്സേജ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഒരു ബ്രൗസർക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ബ്രൗസർക്ക് എത്തും. അവിടുന്ന് നമ്മൾ എന്താ പറയുക ആ ഷാർക്ക് ഐ ഡി എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതിയൊരു നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലേക്ക് എന്താ പറയുക ഒരു 5 രൂപ വെച്ച് കയറും. അപ്പോൾ നിങ്ങൾ അഗ്രി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ നമ്പർ അടിക്കുക, OTP നിങ്ങൾ കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രിക്കും വർക്കാവും. ഈ ഒരു ട്രിക്ക് വർക്കാവണില്ല, ഈ ഒരു ട്രിക്ക് എന്തായാലും വർക്കാവും. അപ്പോൾ മറ്റൊരു ട്രിക്കും വർക്കാവും. ചില ഫോണിൽ മാത്രമേ ചെറിയ പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ട്രിക്ക് രണ്ടും യൂസ് ചെയ്ത് നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുക നമ്പർ വെച്ച് OTP അതേപോലെ തന്നെ നിങ്ങൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അടിക്കുക. അതിലിപ്പോൾ വരുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങളെ നെയിമും അതേപോലെ തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ചെയ്യാം. പിന്നെ ആദ്യം പറഞ്ഞ ട്രിക്കിൽ നിങ്ങൾ ആപ്പ് ക്ലോൺ യൂസ് ചെയ്തിട്ട് എന്താ പറയുക ആദ്യം ഒരു ക്ലോൺ എന്താ പറയുക ഒരു ആപ്പ് ക്ലോൺ ചെയ്ത് വെക്കുക. ക്ലോൺ ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ 5 രൂപ കിട്ടും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഇത് റെഡീം ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് അതിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഷാർക്ക് ഐ ഡി ആപ്ലിക്കേഷനിൽ സെറ്റിങ്സിൽ കുറച്ച് സംഭവങ്ങൾ ഫില്ല് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഒരു എഡിറ്റ് ബാറിൽ കുറച്ച് ഫില്ല് ചെയ്യാണ്ട്. അതും ഒരു ഇമെയിൽ വെരിഫിക്കേഷനാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡീം ചെയ്ത് നോക്കാം. കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ paytm ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ എത്ര രൂപ കാണിച്ചു തരാം. അപ്പോൾ 245 രൂപ എൻ്റെ paytm അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ റെഡീം എന്താ ഷാർക്ക് ഐ ഡിന്ന് ഒരു 5 രൂപയാണ്. അപ്പോൾ നമുക്കൊന്ന് റെഡീം ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ ഷാർക്ക് ഐ ഡി ഓപ്പൺ ചെയ്തു. ഷാർക്ക് ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓഫ് ആൻഡ് ഡിലേ എന്നുണ്ടാവും. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻവൈറ്റ് ചെയ്താൽ ഇവിടെ എന്താ പറയുക ഇൻവൈറ്റ് ചെയ്താൽ റെഫർ ലിങ്ക് വെച്ച് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 11 രൂപ ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ 11 രൂപ കിട്ടും. അപ്പോൾ അതിന് നമ്മളെങ്ങനെ റെഡീം ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് റെഡീം ഉണ്ടാവും. അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഡീം ക്ലിക്ക് ചെയ്താൽ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഇതിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 245 250 അയക്കണ്. അപ്പോൾ 5 രൂപ കിട്ടിയാണ്.